ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൂടെ നിന്ന് നിർത്തിയത് നമ്മൾ നാട്ടിലെത്തിയ വിശേഷങ്ങളും ചേച്ചി അഡ്മിറ്റായ വിശേഷങ്ങളായിരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്നയുടെ വളകാപ്പാണ് ഈ വീഡിയോയിലുള്ളത്. ആൻഡ് ഞങ്ങൾ എത്തുന്ന അന്ന് തന്നെയായിരുന്നു ചിന്നയുടെ വളകാപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ വളകാപ്പിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതിന് മുന്നേ അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചേച്ചി സുന്ദരിയായിട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് അവർ നമ്മളെ വീഡിയോ കോൾ വിളിച്ചതായിരുന്നു എവിടെ എത്തി, കാരണം നമ്മൾ വന്നിട്ട് വേണം ഇവർക്ക് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തൊട്ടേ ഞാൻ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു മൊമെൻ്റാണത്, കാരണം ചേച്ചിയുടെ വളകാപ്പ് നടത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഇതാ എൻ്റെ ചേച്ചി സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന അന്ന് തന്നെയായിരുന്നു അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി എല്ലാതും ഒരുക്കി വെച്ചോളാം, കാരണം നമ്മൾ വരിക ഡ്രസ്സ് മാടുക നേരെ പോയി വളകാപ്പ് നടത്തുക, അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അടിപൊളിയായി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കസിൻസ്. അങ്ങനത്തെ ഡെക്കറേഷൻസ് എല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ചിന്നമോള്. ഒന്ന് രണ്ട് വിശേഷം പറഞ്ഞ് ഞങ്ങൾ വേഗം പോയിട്ട് വേഗം ഡ്രസ്സ് മാറി വളകാപ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ചേച്ചി റെഡിയായിട്ട് വന്നിരുന്നു. നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. നമ്മുടെ പരിപാടിയുടെ ഒരു ഹെഡിങ് പോലെ ഞാൻ കൊടുത്തതായിരുന്നു ഒരു ചിന്ന വളകാപ്പെന്ന്, കാരണം ചേച്ചീനെ നമ്മൾ വീട്ടിൽ ചിന്ന എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാൻ ചിന്ന വളകാപ്പെന്ന് അങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ പരിപാടിയെല്ലാം തുടങ്ങി. ചേച്ചിയും ഏട്ടനും ജിപ്പും എല്ലാം ഇരുന്നിട്ടുണ്ട്. നടുക്ക് നമ്മുടെ ശംഖുവിനെയും പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ശംഖു ആണെങ്കിൽ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് തല്ലുകൂടുമായിരുന്നു. അങ്ങനെ ശംഖുവിനും ചേച്ചീനൊന്നും സൂക്ഷിച്ച് നോക്കിയാൽ രണ്ടാളെയും കാണാൻ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ മധുരം കൊടുക്കും, അത് കഴിഞ്ഞ് വളയിട്ട് കൊടുക്കും, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, മഞ്ഞൾ തേച്ച് കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനെ ദാ നമ്മുടെ ചിപ്പൂട്ടനും അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്ത് കുഞ്ഞാവയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നുണ്ട്. காலம் முழுதும் உன்னை ரசிப்பேன், ஆசை மழையே பேசும் அழகே, என்னை மறந்து உன்னை இசைப்பேன், உனக்காக இனி நானும் வாழ்வேன் பிள்ளையே, திருக்கோவில் மணி போல ஜீவன் நீயே, வாழ்வும் நீயே, தெய்வம் தந்த வரம் நீயே. ஜீவன் நீயே, வாழ்வும் நீயே, தெய்வம் தந்த வரம் நீயே. വളകാപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ചേച്ചീനെ ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം ഞങ്ങളെല്ലാവരും ലേബർ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏട്ടനാണെങ്കിൽ കുറച്ചധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഏട്ടൻ അത് പുറത്തോട്ട് കാണിക്കുന്നില്ല എന്നുള്ളൂ. ചേച്ചിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റിലോട്ട് എത്തുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞാവ വന്നു എന്നുള്ള ന്യൂസ് എല്ലാവരും അറിഞ്ഞു. നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഇതാ ചേച്ചീനെയും കുഞ്ഞാവേനെയും കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാളെ ഒന്നിച്ചാ കൊടുന്നേ. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞാവ. നമുക്ക് വന്നതൊരു ആണ് കുഞ്ഞാവയാണ്. ചിപ്പുട്ടൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആണ് കുഞ്ഞാവ വേണമെന്നുള്ളത്. ആൻഡ് ഇതാണ് അടുത്ത സർപ്രൈസ്. കുഞ്ഞാവേനെ പുറത്ത് വന്നിട്ട് ആദ്യം എടുത്തത് ഞാനാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, എന്ത് കുഞ്ഞാവേണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എടുക്കും എന്നുള്ളത്. അങ്ങനെ ഇതാ എൻ്റെ മോനെ ഞാൻ ആദ്യമായിട്ട് കയ്യിലോട്ട് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ മൂത്ത മോനാണിത്. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാണ്, കാരണം ഇപ്പം കിട്ടിയത് മൊത്തം
അവന് പെൺകുട്ടികളായിരുന്നു അനിയത്തിമാരായിട്ട്. അപ്പോൾ ആണ് വാവ വേണം, അനിയൻ വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഇതാ ശംഖുവാവയാണെങ്കിൽ ഇതാ കുഞ്ഞാവ വരുമ്പോഴത്തേനും അപ്പത്തിനും ഉറങ്ങിപ്പോയി. അങ്ങനെ ഇതാ കുഞ്ഞാവ വന്നു. അയ്യോ എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഈ ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞാവേനെ കൈ കിട്ടിയ സമയത്ത്. ഇതാണ് ഞങ്ങളുടെ മോൻ. അങ്ങനെ ചേച്ചീനെയും കുഞ്ഞാവേനെയും റൂമിലോട്ട് മാറ്റി വൈകുന്നേരമായ സമയത്ത്. അപ്പം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചിയും കുഞ്ഞാവേയും റൂമിലോട്ട് വന്നു. ശംഖു ആണെങ്കിൽ കുഞ്ഞാവേനെ കണ്ടിട്ട് അതിനെ പിടിച്ച് വലിക്കാനുള്ള ഒരു ആക്രാന്തം കാണിക്കലായിരുന്നേ. അവൾക്ക് കുഞ്ഞാവേനെ ഇങ്ങനെ പുതപ്പിച്ചൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞാവേൻ്റെ കൈയും കാലും കാണാൻ വേണ്ടിയിട്ട് പുതപ്പ് പിടിച്ച് വലിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എടുത്തതും അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മൂപ്പരുടെ ഉച്ചത്തെ ഉറക്കമൊന്നും റെഡി ആവാത്തതുകൊണ്ട് അതിൻ്റെയും കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയും കുഴപ്പമില്ല, ഓക്കെ ആണ്. ചേച്ചി നല്ലപോലെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്, എൻ്റെ മോൻ എൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ വീട്ടിലോട്ട് വന്ന് അവർ നാളെ, അതായത് നെക്സ്റ്റ് ഡേ വീട്ടിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസും പരിപാടീസും ആയിരുന്നു നമ്മുടെ മോനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാനും ആളും കൂടിയിട്ടായിരുന്നു ഡെക്കറേഷൻസും പരിപാടീസ് എല്ലാം ചെയ്ത്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ 4-ാം തീയതി അവർ വീട്ടിലോട്ട് വന്നു. ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാവ ആദ്യമായിട്ട് വരുന്നതല്ലേ, അപ്പോൾ ഒരു മധുരം വെച്ചിട്ട് തുടങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളിതാ അവരെന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഹോളിലോട്ട് പോവാണ്. അവരെന്നെ നമ്മൾ ഹോളിൽ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണേ. ശംഖുവിനാണെങ്കിൽ അറിയാലോ, കേക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ്. അങ്ങനെ അവർ 3 കൂടി ഇരുന്നിട്ട് കേക്ക് മുറിക്കുകയാണ്. നമ്മുടെ വാവ ആദ്യമായിട്ട് വീട്ടിൽ വന്നതിൻ്റെ കേക്കാണേ. മുറിച്ചിട്ട് ആദ്യം ചേച്ചി ശംഖുവിന് തന്നെയാണ് കൊടുത്തത്. പിന്നെ നമ്മുടെ ചിപ്പുവിന് കൊടുത്തു. അത് കഴിഞ്ഞ് അവരെല്ലാവരും കഴിച്ചു, ഞങ്ങൾക്കും തന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ചിന്തും ചിക്കുവേച്ചിയും അമ്മും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അവർ വരുന്ന സമയത്ത്. പിന്നെ അപ്പുറത്ത് മാമി, അമ്മമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ കുഞ്ഞാവേനെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണേ. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കുഞ്ഞാവയ്ക്കും കൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞാവ അതൊന്നും കാണൂല എന്നറിയാം, എന്നാലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെക്കുന്നതല്ലേ. എപ്പോഴെങ്കിലും ഓൻ വലുതായിട്ടാകുമ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്ത് വെക്കാമല്ലോ. ഓൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട്. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് ആകെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന കാരണം ആകെ ഒരു ഇത്തിരി സമയം കിട്ടിയ ആ ഒരു സമയത്തുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞാവേൻ്റെ റൂം നമ്മൾ ഫുൾ നീല ബലൂൺസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ചിപ്പൂൻ്റെ അനിയത്തിയും കൂടിയിട്ട് ബെഡിലിരുന്നിട്ട് നല്ല കളിയായിരുന്നു ആ ബലൂണും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാവേനെ എടുത്തിട്ടില്ല, കുഞ്ഞാവേനെ എടുക്കാൻ ചെറിയൊരു പേടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ എടുത്തിട്ടില്ല ഇവൻ കുഞ്ഞാവേനെ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഇവൻ എന്ന് വരുന്നില്ല. കാരണം കുറച്ചധികം നാളായിട്ട് ജനിച്ചത് മൊത്തം പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഇവൾ എന്നുള്ളൊരു വായിൽ അങ്ങനെയാണ് വരുന്നത് വിളിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഇതുണ്ടായതൊരു ആൺകുട്ടിയാന്നുള്ളത് രജിസ്റ്റർ ആയിട്ടില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇതൊരു പെൺകുട്ടിയാന്നുള്ളതാണ്. ആൻഡ് ഇതെൻ്റെ മോന് ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഐ ലവ് യു വെരി മച്ച് എന്ന് പറഞ്ഞ കുപ്പാച്ച്. ആൻഡ് ഇതിട്ടിട്ടാണ് എൻ്റെ മോൻ വന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട്. ആൻഡ് ഈ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം എനിക്ക് ശംഖുവിനൊന്നും ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല ആ ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ. ആൻഡ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനം ഞാൻ എൻ്റെ 2 മക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസിൻ്റെ എൻ്റെ 2 ആമക്കളുടെ കൂടെ. എൻ്റെ പെണ്ണുണ്ണി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.